ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഗ്യാസ് തീർന്നതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലേസും ജ്യൂസായതാണ്. കുട്ടികൾ ഏതായാലും ഹാപ്പി ആയിട്ടോ. ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ മാസിനത് ചെന്ന് വാങ്ങിക്കുകയാണ്. ഈ ഗ്യാസിൻ്റെ വില കൂടിക്കൂടി ഗ്യാസ് സ്റ്റോവിൻ്റെ ഉപയോഗം തന്നെ നിർത്തിവെക്കേണ്ടി വരുമോ എന്നറിയില്ല. കാലത്ത് തന്നെ മമ്മൂന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ബെഡിൻ്റെ അരികെ തുന്നലിളകി ആകെ നാശമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മർവാൻ ഇത്യാദി കാര്യങ്ങളൊക്കെ നന്നാക്കുന്നത് വലിയ ഇഷ്ടമുള്ളയാളാണ്. നല്ല ക്ഷമയോടെ ഭംഗിയായി അവനത് ചെയ്യുന്നുണ്ട്. ഞാൻ ഈയിടെ ഓർഡർ ചെയ്ത മറ്റൊരു ഓർഗനൈസർ കൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യമൊക്കെ നോക്കുന്ന തിരക്കിലായിരുന്നു. കുറേ അധികം പാൻസ് സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഞാനിത് സിങ്കിനടിയിലുള്ള ക്യാബിനറ്റിലാണ് വെച്ചത്. ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ എടുക്കാനും വെക്കാനൊക്കെ കഴിയുന്ന സൗകര്യം നോക്കിയിട്ടാണ് ഞാൻ ഈ സിങ്കിനടിയിൽ ഇത് വെച്ചത് കേട്ടോ. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്ത ഉടനെ ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ചോറിന് അരി അടുപ്പത്തിട്ടു. ഹസ്ബൻഡ് മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അയിലയാണ് വാങ്ങിച്ചത്. ഇതാകുമ്പോൾ വൃത്തിയാക്കാനൊന്നും ഒട്ടും മെനക്കേടില്ല കേട്ടോ. എളുപ്പത്തിൽ അങ്ങ് വൃത്തിയാക്കാനാകും. ഇനി ഇതൊന്ന് കഴുകി വരച്ച് മുളകൊക്കെ തേച്ച് കുറച്ച് ഫ്രൈ ചെയ്യാനും പിന്നെ കുറച്ച് പീസസ് കറി വെക്കാനും വേണ്ടി എടുത്തു വെക്കണം. അതിന് മുമ്പായി കൂട്ടുകറിക്കുള്ള കൂട്ടൊന്ന് അരിഞ്ഞെടുത്ത് കുക്കറിൽ വേവിക്കാൻ ഇടാമെന്ന് കരുതി. അതിനായി നേരത്തെ ഞാൻ വെള്ളത്തിൽ കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി തന്നെ. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് 2 വിസിൽ വന്നതിന് ശേഷമാണ് പച്ചക്കായ അരിഞ്ഞതും ചേന അരിഞ്ഞതും ഒരിത്തിരി സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്ത് അതുകൂടി ഈ കടലക്കൊപ്പ് ഇട്ടിട്ട് വേവിക്കുന്നത്. ഇതിന് കുക്കറിൽ ഒരു 5-6 വിസിൽ വരും വരെ വേവിച്ചെടുക്കണം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മീൻകറി ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അതിനായിട്ട് മസാലക്കൂട്ട് റെഡിയാക്കി വറുത്തെടുക്കാനുള്ള അയല വരഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് പേസ്റ്റാക്കി വെച്ചത്, മുളക് പൊടി ഇതൊക്കെ ചേർത്ത് നന്നായി തിരുമ്മി എടുത്തിട്ടുണ്ട്.
മീൻ കറിക്കുള്ള പുളിവെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മീൻ ഫ്രൈ ആക്കാൻ വെച്ചതിലും തളിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ചെറുനാരങ്ങ നീര് പിഴിയുന്നതിന് പകരമായിട്ട് ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മൺചട്ടി അടുപ്പിൽ നിന്ന് ഇറക്കിയ ശേഷം കൂട്ടുകറിക്കുള്ള തേങ്ങ അരിപ്പ് റെഡിയാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാർത്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കി കഞ്ഞിക്കലത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ മീൻ വറുക്കലും തേങ്ങാപ്പീര റെഡിയാക്കലും ഒക്കെ ഒരുമിച്ച് നടത്താമെന്ന് കരുതി ഓരോ അടുപ്പിലും ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ വറുക്കുന്നതിന് മുന്നോടിയായിട്ട് വെളിച്ചെണ്ണയിൽ അല്പം വെളുത്തുള്ളിയും നല്ല ജീരകവും പെരുംജീരകവും ചേർത്തിട്ട് ഒന്ന് മൂക്കാനിട്ടിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ വേവിക്കാൻ ഇട്ടിരിക്കുന്ന പച്ചക്കറികളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ ഫ്രൈ പാന് നന്നായിട്ട് ചൂട് നിലനിൽക്കുന്ന ഒരു പാനാണ്. അതുകൊണ്ട് തന്നെ അടുപ്പ് ഞാൻ ഓഫാക്കി വെച്ചിട്ടാണുള്ളത്. പാനിൻ്റെ ചൂടിൽ ബാക്കി തേങ്ങ അവിടുന്ന് ഫ്രൈ ആയിക്കൊള്ളും. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ച പാനിലെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കൂട്ടുകറി റെഡിയാക്കി എടുക്കാം. കുക്കറിൽ നന്നായി വെന്ത കടലയും പച്ചക്കറികളൊക്കെ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പ്, നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തത്. അരക്കുക എന്ന് വെച്ചാൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ആ അരപ്പ് നമ്മൾ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകറി ഉണ്ടാക്കാൻ അറിയുണ്ടാവും. മാസിന് ഏറെ ഇഷ്ടമുള്ള കറിയാണിത്. എന്നിട്ടും ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എപ്പോഴും അനിയത്തിയോ ഉമ്മയോ ആരെങ്കിലുമൊക്കെയാണ് കൂട്ടുകറി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൊടുത്തേക്കാറ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് വെറുതെ ഒന്ന് വീഡിയോയിൽ എടുത്തതാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇനി നിങ്ങൾ ഇങ്ങനെയല്ല കൂട്ടുകറി ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങളുടെ റെസിപ്പി ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്നോട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഉച്ചഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വിളമ്പിയെടുത്ത് മേശമേൽ വെക്കേണ്ട താമസമേ ഉള്ളൂ. ഓരോരുത്തരായി വന്ന് കഴിച്ചോളും.
ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു പഴയ സ്പൂൺ ആൻഡ് ഫോർക്ക് സെറ്റായിരുന്നു. ഇത് ആകെ തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് വെച്ച് അടിച്ചെടുത്തൊന്ന് നന്നായിട്ട് പുതിയതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഓർഗനൈസറായിട്ട് ഇത് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലും കുയിലൊക്കെ വെച്ചിട്ട് നല്ല ഒരു ഓർഗനൈസറായിട്ട് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവൽ കുഴച്ചതെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയാറ്. അധികം വിളയാത്ത തേങ്ങ ചിരകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൺചട്ടിയിൽ നന്നായിട്ട് അവിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ അവൽ കുഴച്ചതിന് നല്ല രുചി ഉണ്ടാവുക കേട്ടോ. നന്നായി വറുത്തെടുത്ത അവിൽ തേങ്ങയുമായി ചേർത്ത് അല്പം പഞ്ചസാരയും പിന്നെ ഒരു നേന്ത്രപ്പഴം അരിഞ്ഞിട്ടതും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ അവൽ കുഴച്ചത് റെഡിയാക്കിയിട്ടുള്ളത്. ശർക്കരയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ ശർക്കര സ്റ്റോക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. അപ്പോൾ ചായക്കൊപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും ഇത് കഴിക്കും. വല്ലപ്പോഴൊക്കെ ഞാനിത് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ്. മാസിം പുറത്തു പോയ സമയത്ത് വഴിയിൽ പൊങ്ങ് വിൽക്കുന്ന കണ്ടിട്ട് അവനത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആകെ സർപ്രൈസിനാണ്. ഇത്ര അധികം പൊങ്ങ് അവൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നമ്മുടെ ഗിവ് അവയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച തന്നെ നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പോൾ ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ പങ്കെടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ സ്ലീക്ക് കിച്ചൺ ടൂർ കണ്ടിട്ട് അതിൽ വേണം നിങ്ങൾ കമൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൂസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നോട് ഇതുവരെ എൻ്റെ വീഡിയോ കാണുകയും എൻ്റെ കൂടെ നിൽക്കുകയും എനിക്ക് കമൻസ് അയക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.